സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. സമരം തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാവുന്നുണ്ട്. ഇന്നലെ ഗതാഗത കമ്മീഷണർ സ്വകാര്യ ബസ്സുടമകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി ഇന്നത്തെ പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡുകൾ തടയുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖലയിൽ, വടക്കൻ കേരളത്തിലൊക്കെ പൂർണ്ണമായും ഏതാണ്ട് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അവിടെയൊക്കെ കാര്യമായി തന്നെ ജനങ്ങൾക്ക് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി KSRTC തങ്ങളെ കൊണ്ട് കഴിയുന്നത്ര സർവീസുകൾ നടത്തുന്നുണ്ട്. അപ്പോഴും ചില മേഖലകളിൽ സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് യാത്രയ്ക്കായി ആളുകൾ ആശ്രയിക്കുന്നത്. ആ മേഖലയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആദ്യ മണിക്കൂറുകളിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും അനുമോദും ചേരുന്നുണ്ട്. ആജ്ഞ, ഈ കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകൾ കാര്യമായി തന്നെ നഗരത്തിലടക്കം സ്വകാര്യ ബസ്സുകളെയാണ് ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത്. ഈ ആദ്യ മണിക്കൂറുകളിൽ എങ്ങനെയാണ് ഇത് പ്രകടമാവുന്നത്? സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഇന്ന് പണിമുടക്കുകയാണ്. അനിശ്ചിതകാല സമരം നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു. അതിന് മുന്നോടിയായി ഇന്ന് സൂചനാ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ ഗതാഗത കമ്മീഷണറുമായി സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ ചർച്ച ഫലം കാണാതെ വന്നതോടെയാണ് ഇന്നത്തെ സമരവുമായി മുന്നോട്ടു പോകാൻ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചത്. സംസ്ഥാനത്തിൻ്റെ ചില മേഖലകളിൽ കാര്യമായി തന്നെ ഈ സ്വകാര്യ ബസ്സുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. പൂർണ്ണമായും സർവീസുകൾ അവരുടെ കയ്യിൽ ഉള്ള ചില മേഖലകളുണ്ട്. അത്തരം മേഖലകളിലാണ് ഇത് കാര്യമായി തന്നെ പ്രകടമാവുന്നത്. KSRTC കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അത് ആ മേഖലകളിൽ അത്ര കണ്ട് ഉപകാരപ്പെടില്ല. ആജ്ഞ, എന്താണ് വിവരങ്ങൾ? ഞാൻ കോള് കട്ടെ. കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയമായതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ബസ് ഉടമകളുടെ സംഘടന കൂട്ടായ്മയായിട്ടുള്ള ബസ് ഉടമ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് ബസ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതായത് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ചർച്ച നടത്തിയത്. ആ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഈ ചർച്ച നടന്നു വരുന്നുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇന്നലെയും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പണിമുടക്കിലേക്ക് പോകാമെന്നൊരു തീരുമാനം ബസ് ഉടമകളുടെ സംഘടന സംയുക്ത സംഘടന തീരുമാനിച്ചത്. അതേ തുടർന്നാണ് ഇന്ന് സൂചനാ പണിമുടക്ക് എന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, ചെല്ലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക, വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് സമരത്തിലേക്ക് പോകുന്നത്. ശ്രീജ, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് KSRTC ബസ്സുകളുടെ ഒരു കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് പറയുമ്പോഴും ചില മേഖലകളെ കാര്യമായി തന്നെ സ്വകാര്യ ബസ് സമരം ബാധിക്കും. ആ ഭാഗങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ തന്നെയാണ് പ്രധാനമായും സർവീസ് നടത്തുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ. എറണാകുളത്തും സ്ഥിതി സമാനമാണ്. നഗരത്തിലടക്കം വലിയ രീതിയിൽ സ്വകാര്യ ബസ്സുകളുടെ സാന്നിധ്യമുണ്ട്. അവിടെയൊക്കെ ഇത് കാര്യമായി തന്നെ ബാധിക്കും. ആജ്ഞ